ദാരികവധത്തിനു ശേഷം ദാരികന്റെ പത്നി മനോദരി ഭഗവാൻ പരമശിവനെ തപസ് ചെയ്തു. പാർവതീദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി പരമേശ്വരൻ മനോദരിക്ക് മുമ്പിൽ പ്രത്യക്ഷനായി. മനോദരി കൂടുതൽ വരം ആവശ്യപ്പെട്ടാലോ എന്ന് പരിഭ്രമിച്ച ശിവൻ തന്റെ വിയർപ്പ് തുള്ളികൾ മനോദരിക്ക് നൽകി ശീഘ്രം അപ്രത്യക്ഷനായി. തനിക്ക് കിട്ടിയ ഈ വിയർപ്പ് തുള്ളികൾ ഒന്ന് പരീക്ഷിക്കണം എന്ന് കരുതി മനോദരി നിൽക്കുമ്പോൾ ഭദ്രകാളി ദാരികനെ വധിച്ച് വിജയശ്രീ ലാളിതയെ വരുന്നതാണ് കാണുന്നത്. മനോദരി തന്റെ പതിയെ വധിച്ച ഭദ്രകാളിയോടുള്ള ദേഷ്യത്തിൽ പരമേശ്വരൻ നൽകിയ വിയർപ്പ് തുള്ളികൾ ഭദ്രകാളിക്ക് നേരെ വർഷിച്ചു. വിയർപ്പ് തുള്ളികൾ പതിനിടങ്ങളിലെല്ലാം വസൂരിക്കുരുക്കളുണ്ടായി. ഭദ്രകാളി ക്ഷീണിതയായി. വിവരമറിഞ്ഞ പരമശിവൻ കോപാകുലനായി. ശേഷം പരമേശ്വരന്റെ കണ്ടത്തിൽ പിറന്ന് കർണത്തിലൂടെ ഒരു മൂർത്തി പിറവിയെടുത്തു. ആ മൂർത്തിയാണ് കണ്ഠാകർണൻ. കണ്ഠാകർണൻ ഭദ്രകാളിയുടെ ശരീരത്തിലെ വസൂരി ഭേദമാക്കി. കാഴ്ചക്കാർക്ക് കൗതുകവും ആകാംക്ഷയും ഒരുപോലെ പ്രദാനം ചെയ്യുന്ന തെയ്യക്കോലമാണ് കണ്ഠാകർണൻ. 16 കത്തുന്ന പന്തങ്ങളും വളരെ ഉയരമുള്ള മുടിയുമായാണ് ഈ തെയ്യം നൃത്തം ചെയ്യുന്നത്.